ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷിക ഭാഗമായി സ്കൂളിലെ ആദ്യ 10ാം ക്ലാസ് ബാച്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷൻ PT ഷഹനാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായാണ് ക്ലാസ് ഒരുക്കിയത്. ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷൻ PT ഷഹനാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VT അമീർ അധ്യക്ഷനായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയബേരി കോർഡിനേറ്റർ T സലീം ക്ലാസ്സിന് നേതൃത്വം നൽകി. അവരാണല്ലോ കൂടെ പിന്നെ നിൽക്കേണ്ടത്. ഇടയിൽ ചില എക്സസൈസുകളൊക്കെ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ വെറുതെ ഇരുന്ന് കേൾക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധയൊക്കെ പോകും. ആ എക്സസൈസിൽ പാരൻസിന് പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പങ്കെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരും. ഇതിൽ കുട്ടികളെ ഈ വർഷം 10th പഠിക്കുന്നവരാണ് എന്റെ മുമ്പിൽ. നിങ്ങൾ തീരുമാനിക്കാൻ പോകുന്നൊരു പരീക്ഷ. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ 69 മാർക്ക് കിട്ടി പരീക്ഷ ചെയ്തു. സിയുടെ മാർക്ക് 20 കിട്ടി. എത്രയായി? 89. ഏത് ഗ്രേഡാ? എ ഗ്രേഡാണ്. 89 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ എ ഗ്രേഡാണ്. 90 ആയാൽ A+ ആയി. 79 ആണെങ്കിൽ B+ ആണ്. 80 ആയാൽ എ ഗ്രേഡായി. ഒരു മാർക്കിനായിരിക്കാം എ ഗ്രേഡ് വേണോ A+ വേണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PCA നൂർ, PTA ഉപാധ്യക്ഷൻ സോമൻ, SMC ചെയർപേഴ്സൺ നുസ്രത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ, മദർ PTA പ്രശീല, പൂർവ്വ വിദ്യാർത്ഥികളായ മുകുന്ദൻ, കൃഷ്ണദാസ്, രാജൻ, രാമകൃഷ്ണൻ, പൂർവാധ്യാപകരായ P സലിൻ നവാസ്, MV വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് K ജീജ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി കിടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.